ഹലോ ഗൈസ്, നമ്മുടെ വണ്ടിയാണ്. ഇതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഈ സൈഡിലത്തെ സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. ഹലോ ഗൈസ്, നമ്മൾ പവർ വിൻഡോ ശരിയാക്കിയിരിക്കുകയാണ്. കണ്ട് സെറ്റാണ്. ഇപ്പോൾ എല്ലാ ഡോറും അടഞ്ഞിരിക്കുന്നത്. നേരത്തെ താന്ന് കിടക്കുമായിരുന്നു ഈ സൈഡിലത്തെ. ആ സൈഡിലത്തെ കംപ്ലൈൻ്റ് ആയത് ആദ്യം സ്വിച്ച്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. ആ സൈഡിൽ വെള്ളം വീഴുന്ന ഭാഗം, അതുകൊണ്ടാണ്. ഹലോ ഗൈസ്, നമ്മുടെ വണ്ടിയാണ്. ഇതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഈ സൈഡിലത്തെ സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. നമ്മൾ അല്ലാതെ എല്ലാം അന്വേഷിച്ചു. പിന്നെ ഇവിടുത്തെ സ്വിച്ചും ഡോർ ലോക്ക് അൺലോക്ക് സ്വിച്ചും പോയിരിക്കുമായിരുന്നു. അത് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അതിന് പകരം ചെറിയൊരു പണി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വഴിയാലെ കാണിച്ചത്. ഇത് സ്വിച്ച് നമ്മൾ ഓൺലൈനായിട്ട് വരുത്തിയതാണ്. അതുപോലെ റെനോൾട്ടിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് നമ്മൾ വണ്ടി കിട്ടിയപ്പോൾ ഉള്ള ഇതാണ്. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സാധനമില്ലെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഫ്ലാപ്പ് ഊരാം. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട്. ഇത്രയും ഊരിയിട്ട് നമുക്ക് കാണാവേ. നമ്മൾ ഈ സ്ക്രൂ ഊരി കഴിയുമ്പോൾ ഇവിടെ ഒന്ന് പൊക്കണം കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഈ സൈഡിലായിട്ട്. ഇത് ഊരിയിട്ട് കാണിക്കാവേ. ജസ്റ്റ് പൊക്കിയാൽ മതി. പൊക്കുമ്പോഴേ ഇത് ഊരി വരിക. എന്നിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇതിൻ്റെ ഇവിടെ. ഇതും കൂടി ഇത്രയും ഊരി കഴിഞ്ഞാൽ നമുക്ക് ഡോർ പാഡ് നമുക്ക് ഊരിയെടുക്കാം. ഹലോ ഗൈസ്, നമ്മളിത് ഫ്ലാപ്പ് ഊരിയിരിക്കുകയാണ്. ഫ്ലാപ്പ് ഊരി കഴിഞ്ഞ് ഇവിടെ 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂ ഉണ്ട്. ആ 4 സ്ക്രൂ ഊരിയാൽ നമുക്കിവിടെ ഊരിയെടുക്കാൻ പറ്റും. ഹലോ ഗൈസ്, നമ്മളിത് ഇതേപോലെ തുറന്നിരിക്കുകയാണ്. ഇവിടെ ഇനി ഊരണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു 2 ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് പൊക്കിയാൽ തള്ളി കൊടുത്തിട്ട് ഇവിടെ ഈ സൈഡ് പൊക്കണം. അതേപോലെ ഇത് നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ബാക്കിയുള്ളത് വർക്കാകാൻ വേണ്ടി. ഇവിടുത്തെ സ്വിച്ചും പോയതുകൊണ്ട് ഗൈസ് നമ്മളത് ഊരി ഇരിക്കുകയാണ്. അത് ജസ്റ്റ് ഈ ക്ലിപ്പ് രണ്ടും പൊക്കിയാൽ അത് അന്നേരം ഇപ്പോഴും ഊരി വരും. ഈ സ്കൂട്ടർ വെച്ച് തള്ളാൻ നിൽക്കരുത്, പാടാവും. നമ്മൾ ഊരിയതല്ല, അതിന് മുന്നേ ആൾക്കാർ ഊരിയതാണ്. അതുകൊണ്ടാണ് ഈ പാട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കറുത്ത ലോക്കുണ്ട് ഇവിടെ ഊരുന്നത്. ഇത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൽ നിന്ന് വിട്ടുവരും. പിന്നെ അതേപോലെ നമ്മൾ സ്വിച്ച് ഊരിയിട്ട് ആ സ്ക്രൂ അതിൻ്റെ മണ്ടയിൽ തന്നെ ഇട്ട്, അതുകൊണ്ട് സ്ക്രൂ പോവില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഊരുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഊരിയിരിക്കുകയാണ്. ഗൈസ്, ഇതിൻ്റെ അപ്പാവൂല, ആ ഗ്ലാസ് അപ്പാവൂല, പക്ഷെ ഡൗൺ ആവും. കണ്ടോ, ഈ ഒരു സ്വിച്ച് അതാണ് പോയിരിക്കുന്നത്. കണ്ടോ, അപ്പാവൂല, ഡൗൺ ആവും. എടുക്കുകയാണ്. ഇത് നമ്മൾ നോർമൽ സ്വിച്ച് ഒന്ന് വേറൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ സ്വിച്ച് ഇടുകയാണ്. അതുകൊണ്ട് മേലോട്ട് പൊങ്ങുന്നുണ്ട്, താഴോട്ട് വരുന്നുണ്ട്. കണ്ടോ, ഈ സ്വിച്ച് ഓക്കെയാണ്. വേറൊരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ നോക്കിയിട്ട്. നമ്മൾ 2 എണ്ണം ഓർഡർ ചെയ്തു. ഇതിനകത്ത് മിനിമമായിട്ട് 2 എണ്ണം ഓർഡർ ചെയ്യണം. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം. സ്വിച്ച് വർക്കാണോ ഇല്ലയോ നോക്കണ്ടേ. വലിയ പൈസ വരുന്നില്ല ഈ 2 എണ്ണത്തിന്. ഒരെണ്ണം മേടിക്കുന്നതിൻ്റെ പൈസ ആവുന്നുള്ളൂ. സ്വിച്ച് 2 ഓക്കെയാണ്.
ഇവിടെ എന്തെങ്കിലും വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തത്, അല്ലാത്തടുത്ത് ഭയങ്കര വിലയാണ് പറയുന്നത്. ഇത് നമുക്ക് ഒരു 2 സ്വിച്ചിൻ്റെ പൈസയെ ഇതിന് വരുന്നുള്ളൂ. അല്ല, ഒരു സ്വിച്ചിൻ്റെ പൈസയെ 2 എണ്ണത്തിന് വരുന്നുള്ളൂ. ഇതിൻ്റെ ബേസ് വേണേൽ മാറ്റാം. ഇവിടെ ലോക്കേ ഉള്ളൂ. ആ സമയം കളയുന്നതിന് വരെ ഇത് തന്നെ ഇട്ടാൽ മതി. ഇത് ഇരുന്നോ ലോക്കേ. ലെഫ്റ്റ് റൈറ്റ് ബാക്ക് എടുത്ത് താഴത്ത്. കറക്റ്റ് അല്ലേ? WD-40 മേടിച്ചകത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അടിച്ചതിനകത്ത് ഗ്ലാസ് അവിടെ അടിച്ചാൽ മതി. ഹലോ ഗൈസ്, നമ്മളിതാ സ്വിച്ച് സോൾഡർ ചെയ്തു എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ ചെയ്തേക്കുവാണ്. ഇവിടെ അതേപോലെ ഇവിടെ കോപ്പറിൻ്റെ വശമുണ്ട്, അവിടെ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇൻസുലേഷൻ ടേപ്പ് പിടിച്ച് ഇനി ഇളകി പോരില്ല, വലിച്ചാലും വരില്ല, സേഫാണ്. ഹലോ ഗൈസ്, നമ്മളിതാണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് വാഷർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ തന്നെ സ്പേസ് ഉള്ളതുകൊണ്ട് ഇത് ഇതിനകത്ത് തന്നെ കിടന്നോളൂ. ഇതിൻ്റെ അകത്ത് കിടന്ന് അടി ശബ്ദമൊന്നും ഉണ്ടാവില്ല. അതുകഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാവേ. ഗൈസ്, നമ്മൾ ഇതാണ്ട് സെറ്റ് ചെയ്തു. ഇതിൻ്റെ താഴും പൊങ്ങും ചെയ്യുന്നുണ്ട്, ഉണ്ടോ? ഇനി ഇതിപ്പോൾ ഓണില്ല, അതുകൊണ്ട് ഇവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഈ സ്വിച്ചായ ഇനിയും വർക്ക് ചെയ്യില്ല, ഉണ്ടോ? ഒന്നുമില്ല. ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും വർക്ക് ചെയ്യും, ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ 3 ഒരേ ടൈപ്പാണ്. ഇത് മാത്രമാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. റെനോൾട്ടിൻ്റെ ഇത് തന്നെ ആയിരുന്നു, അവരുടെ കമ്പനി ചോദിച്ചിട്ട് അതും ഇല്ല. നമ്മളിപ്പോൾ ഈ പരിപാടി ചെയ്തിരിക്കുകയാണ്. ഇതാകുമ്പോൾ വൃത്തിയുണ്ട്, വൃത്തിയിടാവില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കുക. ഓൺലൈൻ എടുത്ത സ്വിച്ചാണേ. ഇനി ഒരെണ്ണം കൂടി അഡീഷണൽ ഇരിപ്പുണ്ട്. ഇതേപോലെ വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നമായിട്ട് കിടപ്പുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ മാറ്റി തരുന്നതായിരിക്കും. ഹലോ ഗൈസ്, നമ്മൾ പവർ വിൻഡോ ശരിയാക്കിയിരിക്കുകയാണ്. ഉണ്ട്, സെറ്റാണ്. ഇപ്പോൾ എല്ലാ ഡോറും അടഞ്ഞിരിക്കുന്നത്. നേരത്തെ താന്ന് കിടക്കുമായിരുന്നു ഈ സൈഡിലത്തെ. ആ സൈഡിലത്തെ കംപ്ലൈൻ്റ് ആയത് ആദ്യം സ്വിച്ച്, അതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. ആ സൈഡിൽ വെള്ളം വീഴുന്ന ഭാഗം, അതുകൊണ്ടാണ് നമ്മൾ നേരെ സ്വിച്ച് തിരിച്ചത്. നമ്മുടെ സ്വിച്ച് ഇരിപ്പില്ല. നമ്മൾ വന്ന് സാധനം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.